പാപങ്ങളെ കഴുകിക്കളയുന്ന കാലം, ദൈവാനുഗ്രഹം ഒഴുകിയെത്തുന്ന കാലം. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം അതാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തിന്റെ സവിശേഷതകളാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമസ്കാരം. നമ്മുടെ ഋഷിപ്രോക്തം എന്ന ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വൈശാഖ മാസത്തിന്റെ പ്രാധാന്യവും ആ മാസത്തിൽ വരുന്ന പുണ്യ ദിവസങ്ങളും പുണ്യകാര്യങ്ങളും നാം ആ മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പുണ്യകർമ്മങ്ങളും അതിന്റെ പ്രത്യേകതകളും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും പ്രയോജനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ആദ്യം വൈശാഖ മാസത്തെ കുറിച്ചൊന്ന് പറയാം. ചൈത്രമാസത്തിന് ശേഷം വരുന്ന രണ്ടാമത്തെ മാസമാണ് വൈശാഖ മാസം. സാധാരണയായി ഏപ്രിൽ മെയ് കാലഘട്ടത്തിലാണ് വൈശാഖ മാസം വരുന്നത്. വിശാഖ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി വന്ന പേരാണ് വൈശാഖം എന്നുള്ളത്. ഈ മാസം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം ഇരട്ടിയാണ്. അതാണ് ശാസ്ത്രം പറയുന്നത്. മാധവപ്രിയ മാസോയം വൈശാഖ പാപനാശനഃ എന്നാണ്. മാധവന് പ്രിയപ്പെട്ട മാസമായിട്ടുള്ള വൈശാഖ മാസത്തിൽ പാപനാശങ്ങൾ ഉണ്ടാകും. നമുക്ക് ഈ വൈശാഖ മാസത്തിന്റെ ആത്മീയ പ്രാധാന്യം ഒന്ന് പരിശോധിക്കാം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്നാനം, ദാനം, ജപം, പൂജ എന്നീ കാര്യങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം. ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയൊരു പുണ്യപ്രവൃത്തിയും ഫലം ഇരട്ടിയായി ലഭിക്കുന്നതിന് സഹായകരമാകും. വൈശാഖ മാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രഭാതത്തിലെ ആത്മീയമായിട്ടുള്ള സ്നാനം തന്നെയാണ്. പുണ്യനദികളെ സങ്കല്പിച്ചുകൊണ്ട് പുണ്യസ്നാനം എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വൈശാഖ മാസത്തിൽ പ്രാതകാലത്തിൽ സ്നാനം ചെയ്യാം. അതുവഴി ഫലം ഇരട്ടിയാണ്. വൈശാഖ മാസത്തിൽ പറ്റുമെങ്കിൽ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോയി സ്നാനം ചെയ്യുക. അത് ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുന്നതിന് സഹായകരമാകും. വൈശാഖേ സ്നാനമാത്രേണ പാപം നശ്യതി തക്ഷണാത്. അതായത് വൈശാഖ മാസത്തിൽ ഇത്തരത്തിൽ വിശേഷ സ്നാനം ചെയ്യുന്നതിലൂടെ പാപങ്ങളെല്ലാം തൽക്ഷണം ഇല്ലാതാകുമെന്നുള്ളതാണ്. വിശേഷ സ്നാനം നമുക്ക് അവരവരുടെ ഗ്രഹത്തിലും നടത്താം. എണ്ണ തേച്ചുകൂളി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന മന്ത്ര ജപത്തോടുകൂടിയുള്ള ആത്മീയമായിട്ടുള്ള സ്നാനത്തിലും നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. അതുവഴി പാപനാശം, മനഃശാന്തി, ദൈവാനുഗ്രഹം എന്നിവ ലഭിക്കും. ഇത് പ്രത്യേകിച്ച് നദികളിൽ, സമുദ്രങ്ങളിൽ, പുണ്യ തീർത്ഥസ്ഥലങ്ങളിലൊക്കെ നടത്തുന്നത് വഴി ഗുണം വർദ്ധിക്കുന്നതാണ്. വൈശാഖ മാസത്തിൽ അനേകം പുണ്യ ദിവസങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ മാസത്തിന്റെ വലിയൊരു പ്രത്യേകത. അക്ഷയ തൃതീയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള. വൈശാഖ മാസത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷയ തൃതീയ വരുന്നത്. അത് ഈ വർഷം 19/4/2026 കൂടാതെ നരസിംഹ ജയന്തിയാണ് വൈശാഖ മാസത്തിലെ മറ്റൊരു സവിശേഷത. ധർമ്മ സംരക്ഷണത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു. അത് 30/4/2026 ഈ വർഷം വരുന്നത്. കൂടാതെ പരശുരാമ ജയന്തിയും വൈശാഖ മാസത്തിൽ തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരം അത് ഈ വർഷം വരുന്നത് 19/4/2026 മറ്റൊരു വൈശാഖ മാസത്തിലെ വിശേഷ ദിവസം എന്നുള്ളത് ബുദ്ധ പൂർണിമയാണ്. ആത്മീയ ജ്ഞാനത്തിന്റെ ദിനമായി കരുതപ്പെടുന്നു. ഈ വർഷം 1/5/2026 വരുന്നത്. മറ്റൊരു വിശേഷ ദിവസം കൂർമാവതാര ദിനമാണ്. കൂർമ്മമായി മഹാവിഷ്ണു അവതരിച്ചതും വൈശാഖ മാസത്തിൽ തന്നെയാണ്. ക്ഷീരസാഗര മഥനത്തിന് മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയതാണ് കൂർമാവതാരം. സംരക്ഷണമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഈ വർഷം എന്നാൽ വൈശാഖ മാസം കഴിഞ്ഞിട്ട് മെയ് 31 കൂർമാവതാര ദിനം വരുന്നത്. അതേപോലെ തന്നെ ഈ വർഷത്തെ അക്ഷയ തൃതീയയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. വൈശാഖ മാസം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആരംഭിക്കും. ഈ ദിവസങ്ങളിലൊക്കെ അതാത് കാര്യങ്ങൾക്ക് വിശേഷമായി പൂജകൾ നടത്തുന്നത് വളരെ സവിശേഷമാണ്. മന്ത്രജപത്തിനും ഉത്തമമാണ്. നമുക്ക് ഈ മാസം ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി ദാനമാണ് ഫലപ്രദമായിട്ടുള്ളത്. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ദാനത്തിന് വളരെ മഹത്തരമായ ഫലം ലഭിക്കുമെന്നാണ് സവിശേഷത. ദാനേന പാപഹ നശ്യതി. വൈശാഖ മാസത്തിൽ ദാനം ചെയ്യാൻ അതിവിശേഷമായിട്ടുള്ള ചില ദ്രവ്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമതായി ജലം ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അമൂല്യമായിട്ടുള്ളത് ജലം തന്നെയാണ്. അത് ദാനം ചെയ്യുന്നത് വഴി സവിശേഷ ഫലങ്ങൾ ലഭിക്കും. കൂടാതെ അന്നം, വസ്ത്രം എന്നിവയും വൈശാഖ മാസത്തിൽ ചെയ്യാവുന്ന ദാനങ്ങളിൽ വിശേഷമായിട്ടുള്ളതാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് നൽകുന്നത് പോലും സവിശേഷമായിട്ടുള്ള ദാനഫലം ഈ അക്ഷയ മാസത്തിൽ, അതായത് വൈശാഖ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം
ജപവും ധ്യാനവുമാണ്. ഈ വൈശാഖ മാസം ജപത്തിനും ധ്യാനത്തിനും അതിവിശേഷപ്പെട്ട ഫലങ്ങൾ നൽകുന്ന മാസമാണ്. ഓം നമോ നാരായണായ, ഓം നമഃശിവായ എന്നീ മന്ത്രങ്ങളെങ്കിലും കുറഞ്ഞത് വൈശാഖ മാസത്തിൽ 108 പ്രാവശ്യം വീതം നിത്യം ജപിക്കുക. അതുവഴി നിങ്ങൾക്ക് മനഃശാന്തി, ആത്മീയ പുരോഗതി, ദൈവാനുഗ്രഹം എന്നിവ ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ വൈശാഖ മാസത്തിൽ ചെയ്യേണ്ട പുണ്യകർമ്മം വൃക്ഷാരോപണവും സംരക്ഷണവും സേവനവുമാണ്. പ്രകൃതിയെ സേവിക്കുക എന്നുള്ളതാണ് വൈശാഖ മാസത്തിലെ മറ്റൊരു പുണ്യ പ്രവൃത്തി. ഒരു വൃക്ഷം നട്ടാൽ പോലും അത് ദൈവിക സേവനമായി കരുതപ്പെടുന്ന മാസമാണ് വൈശാഖ മാസം. പൊതുവെ വൃക്ഷ പരിപാലനം എന്നത് തന്നെ ദൈവിക സേവനം തന്നെയാണ്. വൈശാഖ മാസത്തിൽ അതിന് പുണ്യത കൂടും. ഇനി അടുത്തത് ആചാരങ്ങളും ജീവിതശൈലിയുമാണ് പറയാനുള്ളത്. വൈശാഖ മാസത്തിൽ വീടും പരിസരവും നന്നായി ശുദ്ധിയാക്കി വെക്കുക, നിത്യം ദീപം തെളിയിക്കുക, തുളസി പൂജ നടത്തുക. ഇങ്ങനെ ചെയ്യുന്ന വഴി ഗൃഹത്തിൽ അനുകൂല ഊർജം നിറയ്ക്കുന്നതിന് സഹായകരമാണ്. അക്ഷയ തൃതീയയാണ് വൈശാഖ മാസത്തിലെ ഏറ്റവും വിശേഷ ദിവസം. ഈ വർഷം അത് ഏപ്രിൽ 19-ാം തീയതിയാണ് എന്ന് പറഞ്ഞു. പാപങ്ങളെ നീക്കി മനസ്സുകളെ ദൈവങ്ങളിലേക്ക് എത്തിക്കുന്ന പുണ്യമാസം, സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവീക മാസം, അതാണ് വൈശാഖ മാസം. ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉറപ്പായിട്ടും മാറ്റിമറിക്കും. വൈശാഖ മാസത്തെ പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ഋഷിപ്രോക്തം എല്ലായ്പ്പോഴും കാണുക. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ശുഭദിനം.